സുഴൽ തമിഴിൽ നിന്നിറങ്ങിയ മികച്ച വെബ് സീരീസുകളിൽ ഒന്നാണ് സുഴൽ. ഈ വിലങ്ങും സുഴലും തമ്മിലാണ് എപ്പോഴും കമ്പാരിസൺ വന്നുകൊണ്ടിരുന്നത്. വിലങ്ങാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ ട്രോൾ പേജുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് കണ്ടപ്പോഴും ശരി, ഇന്ന് ആലോചിക്കുമ്പോൾ അതിന് ശരി സുഴൽ തന്നെയാണ്. സുഴൽ സീസൺ 1 ആണ് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പുഷ്കർ ആൻഡ് ഗായത്രി, വിക്രമേധ ഒരുക്കിയ ടീംസ്, മറ്റേ ഹിന്ദി വിക്രമേധ അവർ തന്നെയാണ് ഒരുക്കിയത്. അവരുടെ സീരീസാണ്, അവരാണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ്. സീസൺ 2ലേക്ക് വരുമ്പോൾ ഓരോ എപ്പിസോഡും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരാണ്. ക്രിയേറ്റർമാരായിട്ട് മാത്രമേ പുഷ്കറും ഗായത്രിയും ഉള്ളൂ. ഇത് അതിൻ്റെ സീസൺ 1ൻ്റെ എക്സാക്ട് സെയിം പാറ്റേണാണ് ഈ സീസണും ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൊലപാതകം നടക്കുന്നു, അത് നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ 10 ദിവസമുള്ള ഒരു ഉത്സവത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഉത്സവം തീരുന്നതിനോടൊപ്പം തന്നെ കൊലപാതകവും അന്വേഷിച്ച് കണ്ടെത്തുന്നു, ആരാണ് കൊലപാതകി എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നു. ആ ഒരു പാറ്റേൺ ആണ്. ട്രെയിലറൊക്കെ കണ്ടാൽ മനസ്സിലായി, ഒരു അഗത ക്രിസ്റ്റിയുടെ മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസിൻ്റെ ഒരു പരിപാടി പിടിച്ചാണ് അവർ ട്രെയിലർ ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലും മെയിൻ ട്വിസ്റ്റ് അതല്ല. മലയാളത്തിൽ ഗോളം തൊട്ട് കുറേ സിനിമകളിൽ ആ സെയിം ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കന്നഡയിലാണ് ശിവാജി സുരത്കൾ എന്ന് പറയുന്ന ഹിറ്റായ പടമാണ്, അതിൽ ഈ സെയിം ട്വിസ്റ്റാണ്. പക്ഷേ ഇത് ട്രെയിലറിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം മെയിൻ ട്വിസ്റ്റ് അതല്ല എന്നുള്ളത്. അപ്പോൾ അതല്ല, അങ്ങനെ കരുതി കാണണ്ട, അതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ട്, ആരാണെന്നുള്ളതൊരു സർപ്രൈസാണ്. ഭയങ്കര ഫാസ്റ്റ് പേസ് ആണ്, പക്ക ഫാസ്റ്റ് പേസ് ആണ്. 8 എപ്പിസോഡ്, ഓരോ എപ്പിസോഡ് 45 മിനിറ്റിന് അടുത്താണ് ഡ്യൂറേഷൻ. 8 എപ്പിസോഡും നല്ല ഫാസ്റ്റ് പേസ് ആയിട്ടാണ് പോയത്. അതിൽ തന്നെ പക്ക പ്രോപ്പർ ഡ്രാമ മാത്രമുള്ള എപ്പിസോഡുണ്ട്. ഇപ്പോൾ മഞ്ജിമ മോഹൻ ഒരു എപ്പിസോഡ് വരുന്നുണ്ട്, പുള്ളിക്കാരുടെ എപ്പിസോഡ് പ്രോപ്പർ ഡ്രാമ മാത്രമാണ്. അതിൽ ഈ ക്രൈമും പരിപാടിയൊന്നും ഇല്ല, ഡ്രാമയാണ് വരുന്നത്. അപ്പോൾ എന്നാൽ പോലും നമുക്ക് എൻഗേജിങ് ആണ്, നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ കിട്ടും, പരിപാടി അതൊക്കെ കൊണ്ട് പക്ക എൻഗേജിങ് ആണ്. ചിലർക്ക് ഫസ്റ്റ് സീസണിൻ്റെ സെയിം പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നാൻ വഴിയില്ല. പക്ഷേ എനിക്കത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് സീസൺ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ ഒരു കുഴപ്പം തോന്നുന്നില്ല. പക്ക ഫാസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് ഇന്നായി. ലാലുണ്ട്, ലാൽ ഇതിലും നമ്മൾ ഈ ട്രോളിനൊക്കെ മുമ്പ് തന്നെ കുഴപ്പമില്ല. പക്ഷേ ഈ ട്രോളൊക്കെ കണ്ടിട്ട് പുള്ളി ഇതിൽ ഡബ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മറ്റേ ജംഗ്ലീർ ഇറങ്ങി ഓർമ്മ വരും, ചിരി വരും. ഞാൻ ചിരിച്ച 2-3 സ്ഥലമുണ്ട് അങ്ങനത്തെ ഡബ്ബിങ് കാരണം. ഒരു സീരീസ് ആകുമ്പോൾ നമുക്ക് ബിഞ്ച് വാച്ചിന് വെർത്തായിരിക്കണം, അതായത് പക്ക ഫാസ്റ്റായിട്ട് കണ്ടിരിക്കണം. അതിനിത് സെറ്റാണ്. എന്നെ സംബന്ധിച്ച് പക്ക ഫാസ്റ്റാണ്, ഭയങ്കര എൻഗേജിങ്ങും ക്യൂരിയോസിറ്റിയോടുകൂടി ഇരുന്ന് കണ്ടതാണ്. ആരാണ് കൊലപാതകം എന്നറിയാൻ വേണ്ടി കണ്ടതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ പെർഫോമൻസുകൾ അടിപൊളിയാണ്, ടെക്നിക്കലി സൂപ്പറാണ്. ഈ ഉത്സവത്തിനൊക്കെ മെർജ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്. കടൽ തീരത്താണ് ഇത്തവണ, കഴിഞ്ഞ തവണ ഹിൽ സ്റ്റേഷനാണ്, ഇത്തവണ കടൽ തീരത്താണ്. ആ ഒരു മൂഡും നമുക്ക് ലൊക്കേഷൻ്റെ ഇത് കിട്ടും. ആകെ ഒറ്റ നെഗറ്റീവ് ഉള്ളൂ, എപ്പിസോഡ് 8 അത് ഭയങ്കര മടുപ്പായി പോയി. അതുവരെ കൊണ്ടുവന്നിട്ട് കല ഉടച്ച, നന്നായിട്ട് വെച്ചിട്ട് കല ഉടച്ച അവസ്ഥയായി പോയി. കൊലപാതകി ആരാണെന്നും അതിൻ്റെ കാരണമൊക്കെ ഭയങ്കര നിരാശയായി പോയി. സീസൺ 1 അത് നന്നായിട്ട് വർക്കായതാണ്, പക്ഷേ ഇതിലത് ഭയങ്കരമായിട്ട് പാളിപ്പോയി. അത് കയ്യിൽ നിന്ന് പോയി. അത് ഒഴിച്ചു നിർത്തിയ ബിഞ്ച് വാച്ച് വെർത്തായിട്ടുള്ള സീരീസാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് മാറ്റി നിർത്തിയ എല്ലാം കൊണ്ടും സാറ്റിസ്ഫാക്ഷൻ തന്ന സീരീസാണ് സുഴൽ സീസൺ 2. സീരീസ് അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. സീസൺ 1ൻ്റെ ലെവലില്ല, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീസൺ 1 ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതും ഇഷ്ടപ്പെടും.